രേണുസ് തന്നെ ആദ്യം കിട്ടി മൈത്രൻ സാറിനൊക്കെ അറിയാം ബിഗ് ബോസിൽ വരാൻ താല്പര്യം ഇല്ല എന്ന് ഞാൻ കേട്ടു. ജാസ്മിനും ഗബ്രിയേലും നല്ല ജാസ്മിൻ നല്ല ബിഗ് ബോസിൽ ഈ സീസണിൽ ആരൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ വൈറൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, ആരൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്? എനിക്ക് രേണുസുതി വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വരണം എന്നുണ്ട്. രേണു സുധിയെ കുറിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒപ്പീനിയൻ? എനിക്ക് പോസിറ്റീവ്, എനിക്ക് അവരെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സുധീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അവര് അങ്ങനെ മോശമായിട്ട് ഭയങ്കര ഇപ്പം ഡ്രസ്സിങ് ആണെങ്കിൽ പോലും ഇപ്പം ഭയങ്കര വൾഗറായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല. നന്നായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള മേഖല അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ രീതിയിൽ പറ്റുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ബിഗ് ബോസിൽ വന്നാൽ അവർക്ക് ഒരുപാട് ചീത്തവിളി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവർ വരുന്നത് നല്ലതാണോ? കുറച്ച് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ അവരെ അതിനകത്ത് കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അവരുടെ ലൈഫിനെ പറ്റി പറയും. കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും അവരെ പറ്റി മനസ്സിലാക്കി ആ നെഗറ്റീവ് ഒന്ന് പോസിറ്റീവിലോട്ടാക്കാൻ നല്ലല്ലേ. അവരിപ്പോഴും ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നാൽ അവർ ഭയങ്കരമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്ട്രോങ് ആയിരിക്കും എന്തായാലും. അവർക്ക് അത് ഭയങ്കര വിഷമത്തിലോട്ടോ മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന കുറച്ച് ജാൻമണിയൊക്കെ പോലുള്ള അത് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിന് പറഞ്ഞാൽ മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന ആ ഒരു ടൈപ്പ് ആയിരിക്കില്ല. അവർ ജസ്റ്റ് കേട്ട് കളയും, അങ്ങനെ. അത് ഓൾറെഡി ഒരു വലിയൊരു സർവൈവൽ കഴിഞ്ഞു അല്ലേ രേണുവിന്. അത് കാരണം ബിഗ് ബോസിൽ എന്തായാലും സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നാണ് താൻ വിശ്വസിക്കുന്നത് അല്ലേ? രേണുസ് തന്നെ ആദ്യം കിട്ടി. ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല, ഓൾവേസ് ഞാൻ കാണാൻ സമയം കിട്ടാറില്ല. ഞങ്ങൾ രണ്ടുപേരും പുറത്താണ്. എന്താ പറയുക, എല്ലാവരും പറഞ്ഞുള്ളൊരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സുഖമില്ല, വലിയ സംഭവമൊന്നും അല്ല എന്ന് പറയും. പിന്നെ ഞങ്ങൾ കാണാൻ നിന്നിട്ടില്ല. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് മറ്റേ നമ്മുടെ വീഡിയോയിലൊക്കെ കാണൂലേ, റീലിലൊക്കെ കാണും, ഇന്ന ആള് വരും, ഉടനെ വരും, ഒരു റൂമർ ഇറങ്ങും. ഞാനതുകൊണ്ട് കാണാനും താല്പര്യപ്പെടുന്നില്ല. വെറുതെ എന്തിനാ അതിൻ്റെ അകത്തുള്ള ഉള്ള വീട്ടിലുള്ള നാട്ടുകാരുടെ അടിയെ കാണാൻ പോയി. ഇനി കൂടെ ഒരു വീഡിയോക്കകത്തോട്ട് അടി കാണണോ? രേണു സുധി ബിഗ് ബോസ് വരണം താല്പര്യമുണ്ടോ? ഈ വീഡിയോക്കകത്ത് ഇപ്പൊ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഇതേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ കയറട്ടെ. ബാക്കിയുള്ളവർക്കും പക്ഷേ ചാൻസ് കൊടുക്കണം. ഇഷ്ടം പോലെ റീൽ എടുക്കുന്ന പയ്യന്മാരും എല്ലാവരും ഉണ്ട്. അവരൊന്നും പൊങ്ങി വരുന്നില്ല, അവരവിടെ തന്നെ നിൽക്കുക. എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ഇവരൊക്കെ വന്നാൽ അങ്ങനെ 2-3 പേരാണെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ പേരേരെ ജോസിനെ പറയുള്ളൂ. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമാ നടന്മാരും വരുമ്പോൾ കൈ തട്ടി മാറ്റുന്ന ടീംസാണ്. അവരെല്ലാം കയറി വരും. അവർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ ഷോ കാണിക്കുന്നവർക്ക് എന്തിനാ കൊടുക്കുന്നത്? കോമണേഴ്സ് എൻട്രിയിൽ സെൽഫായിട്ട് താങ്കൾക്ക് പോകാൻ താല്പര്യമുണ്ടോ ബിഗ് ബോസ്? ഞാൻ എന്തായാലും പോകില്ല. എന്തിനാ വെറുതെ നാട്ടുകാരും കൂടെ എന്റെ സ്വഭാവം അറിയിക്കും. എന്റെ സ്വഭാവം എന്റെ വീട്ടുകാർ മാത്രം കണ്ടപ്പോൾ. ഫസ്റ്റ് സീസൺ കൊള്ളായിരുന്നു. ഓക്കെ, 6 വെച്ച് ഓക്കെയാണ്. മറ്റേ പെരേര അത്ര ബോറാ. പ്രൊമോ ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? കാണാനൊക്കെ തോന്നുന്ന ഒരു പ്രൊമോ ആണോ? അത്രേ ഉള്ളൂ. കൊള്ളാം, പക്ഷെ കൂട്ടിയടി ഉണ്ടാവാതിരുന്നാ മതി. അപ്പം ഒരുപാട് ഫൈറ്റ് ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. ഇല്ല, ഒരുപാട് ഫൈറ്റ് അത് എല്ലാരും കാണണല്ലേ. അപ്പൊ അതിൻ്റെതായ ഫൈറ്റും അല്ലാത്ത സംസാരം, ചീത്തവിളി അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയ കുഴപ്പമില്ല. എങ്ങനെയാണ് ഒരു ബിഗ് ബോസ് ഷോയില്, മീൻസ് വേറെ ലാംഗ്വേജസിലൊക്കെ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് ഷോ? ഹിന്ദി ഇംഗ്ലീഷ് മറ്റേ അവരെയൊക്കെ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫാമിലി ആയിട്ട് നമ്മളെ കൾച്ചറിനത് യോജിച്ചതല്ല. കാലം മാറിയില്ലേ, അപ്പോൾ കുറച്ച് പ്രോഗ്രസീവായിട്ട് കുറച്ച് എന്താ ചിന്തിച്ചൂടെ? എനിക്കിപ്പം അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള കോൺസെപ്റ്റ് അല്ല. അവർക്കിഷ്ടമുള്ള കാര്യം ചെയ്യണം. സുധി ഉണ്ടായിരുന്നപ്പോൾ കൂടി എന്തോ അവർ ഭയങ്കര ലവിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പോയി ഇപ്പം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ വീട്ടുകാർ ഒത്തിരി വേറെ സബ്ജക്റ്റ് എടുക്കണം, MBBS പോകണം, അതൊന്നും ഞാൻ കേൾക്കാതെ എനിക്കിഷ്ടമുള്ള. അപ്പം അവർക്ക് ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. നാഗസൈരന്ധ്രിയും അവർ ഇപ്പം ഈ ഇടയ്ക്കൊരു എന്താ ഒരു ഇനാഗ്രേഷൻ പോയപ്പോഴത്തേക്ക് അവർ ഒരു കൊച്ചിന് ഉമ്മ കൊടുത്ത സീനൊക്കെ, അപ്പം എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ചില സ്ഥലത്ത് ചില ആൾക്കാരുടെ നമ്മൾ ആ ഒരു ഞാൻ മോശമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അത് കണ്ടപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി. അങ്ങനെ അവർ വന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇച്ചിരി തെറിവിളിയൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ. ബിഗ് ബോസിന്റെ ഏത് സീസൺ കണ്ടിട്ടുണ്ട്? കഴിഞ്ഞ വർഷത്തത് കണ്ടിട്ടുണ്ട്. ആരെയായിരുന്നു ഇഷ്ടം? റോക്കി ബായ്. ഓ, ഈ സീസണിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നാൽ കൊള്ളാമെന്നുണ്ടോ? പ്രണവ് ചേർന്നുണ്ട്. ബിഗ് ബോസ് ഷോ കാണാനുള്ള ഇഷ്ടം എന്താ? അത് അവരുടെ കളിയും ചിരിയും എല്ലാം കണ്ടു നമുക്ക് ഒരു രസമുള്ള കാര്യം. തമ്മിൽ തല്ലും വഴക്കും. ജാസ്മിനും ഗബ്രിയേലും നല്ല, ജാസ്മിൻ നല്ല ഇച്ചിരി തൻ്റെ ജാട ഉണ്ടെങ്കിലും ആൾ ഡീസൻ്റ് ആയിരുന്നു. ആൾ ഡീസൻ്റ് ആണ്.
ജിൻഡോനെ ഇഷ്ടം ആർക്കാ? എനിക്ക് ജിൻഡോനെയാണോ ഇഷ്ടം? എന്താ? മുന്നേ അഖിൽമാരായിരുന്നു. ഇപ്പൊ ബിഗ് ബോസ് ഒരു ഫുൾ എന്റർടൈൻമെന്റ് ആണ് ഉറപ്പാണ്. അപ്പൊ ഈ സീസണിൽ ലാലേട്ടൻ നല്ല സ്റ്റൈലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സീസൺ കാണുക കേട്ടോ. ഓക്കെ. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ കാണാറില്ല. ഒരു വളരെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പം സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ബിഗ് ബോസ് ഷോയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മളെ മൈത്രൻ സാറിനൊക്കെ അറിയാം. ബിഗ് ബോസിൽ വരാൻ താല്പര്യം ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്ക് അത് പറ്റില്ല. അത് പറ്റത്തില്ല. പിന്നെ വേറെ രവീന്ദ്ര സാറ്, ആരിഫ് ഹുസൈൻ സാറ്, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഭയങ്കര വെൽഫെയറായിട്ടുള്ള ആൾക്കാരുണ്ട്. മൈത്രൻ സാറ് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരണം. വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു സന്ദേശം കൊടുക്കുക. പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടെലിവിഷനിലൂടെ അദ്ദേഹം വലിയ സന്ദേശം കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തുള്ള സീസണും കണ്ടിട്ടുണ്ട്. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഇപ്പൊ ഏതായിരുന്നു? കഴിഞ്ഞ സീസൺ. ആരെ കൂടുതൽ ഇഷ്ടം? എടാ കൂടുതൽ ഇഷ്ടം എല്ലാവരും ഇഷ്ടം തന്നെ. എല്ലാവരും ഇഷ്ടമാണ്. അതില് ബിഗ് ബോസ് ഷോ കാണുന്നത് കൊണ്ടുള്ള ഒരു ഇന്റൻഷൻ എന്താണ്? അവരുടെ എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് എന്റർടൈൻമെന്റ് കിട്ടുന്നത്? എന്തോ അടിപൊളി ആളാല് നല്ല അവര് നല്ല എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കാണണം. ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ല, തോന്നിയിട്ടില്ല. അപ്പോൾ ഈ സീസൺ ബിഗ് ബോസ് ഷോ അത് 7th സീസൺ ആണ്. അത് മാത്രമല്ല ലാലേട്ടന്റെ ഒരു ഫുൾ ഗെറ്റപ്പ് വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. കണ്ടിരുന്നോ? ഇല്ല ഞാൻ കണ്ടില്ല. അയ്യോ, ആരും കണ്ടില്ല? സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല. അല്ല, നല്ല കാര്യം, നല്ല പിള്ളേര്. നിങ്ങൾ ജെൻസി അല്ലേ? ജെൻസി ആണോ? പക്ഷേ ആക്റ്റീവ് അല്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതാണ് ജെൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? അതാണ് നമ്മളെ പ്രത്യേകത. ഓക്കെ. ഇപ്പം നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫോൺ എടുക്കുമ്പോൾ തന്നെ കുറേ വ്യക്തികളെയൊക്കെ കാണാറില്ലേ? അവരാരെങ്കിലും ഒക്കെ ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രണവ് കൊച്ചുവില്ലേ? ഓ, പുള്ളി വരണമെന്നുണ്ട്. സെറ്റാണ്, വൈബാണ്. വേറെ ആർക്കെങ്കിലും? വേറെ ആരും വരണമെന്നില്ല. ആരും വരണ്ടേ? അതെങ്ങനെയാണ്? കാണും. ഓക്കെ. മറ്റേ ആറാട്ടണ്ണൻ, പെരേര അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികള് താല്പര്യമില്ലേ അവരൊന്നും വരാൻ? അപ്പൊ പിന്നെ എങ്ങനെ ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? അവര് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ ഫൈറ്റ് ആകുമ്പോ തന്നെ ഓടണമില്ല നമ്മള് കാണുന്ന അത്. അപ്പൊ ഇതിൽ തന്നെ എവിടെ ഓടാല്ലേ? അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ അവര് ഇന്റൻഷനലി ആണ് സത്യത്തില്. അപ്പൊ ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, പെരേര, രേണു സുധി, നാഗസൈരന്ത്രി, ഇവരൊക്കെ. ആറാട്ടണ്ണ കുറച്ചുകൂടെ എന്തൊരു പഠിപ്പുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങേര് വന്ന കുറച്ച് സെറ്റ് ആയിരിക്കും. ആറാട്ടനും പെരേരയും തമ്മിലൊരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പെരേര ആറാട്ടൻ നല്ല രീതിക്കാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, പക്ഷെ പെരേര മോശമാണ്. അപ്പൊ അവർ രണ്ടുപേരും ഒക്കെ ബിഗ് ബോസിലേക്ക് ഒരു ഒറ്റ ഗെയിമറായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരിക്കത്തില്ലേ? വേറെ ആര് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള വേറെ ആര് വരണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? പ്രശ്നേഷ്. എന്റെ പൊന്നോ. അയ്യോ, കുറെ പേരുണ്ടല്ലേ ഇത്തവണ. കഴിഞ്ഞ സീസണിൽ തൊപ്പിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സീസണിൽ തൊപ്പിയൊന്നും അത്ര വൈറൽ അല്ല, പക്ഷെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തൊപ്പി? വരണമെന്നുണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങളാണ് ഇത്തവണ കൂടുതൽ ആക്റ്റീവായിട്ട് ഉള്ളത്. അപ്പം അതുപോലെ രേണു സുധിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ രേണു സുധിയെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും കാണാത്ത കുട്ടികളാണോ നിങ്ങൾ? കാണാറുണ്ട്. ആക്ടിങ് അടിപൊളിയാണ്. ഓക്കെ, അതൊരു നല്ല സപ്പോർട്ടാണ്. രേണു സുധിന്റെ ആക്ടിങ് അടിപൊളി എന്ന് പറയുന്ന ജെൻസി കുട്ടികളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു അംഗീകാരമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഒരുപാട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അവരുടെ ഫാമിലിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന. അപ്പൊ ബിഗ് ബോസിൽ വന്നാൽ അവർക്ക് ഒരു റവന്യൂ കൂടെ കിട്ടുമല്ലോ.